പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാട് 19 ടേബിളുകൾ, അതായത് 14 സച്ചിനോട് പറഞ്ഞോളൂ 14 ടേബിളുകളിൽ ബാലറ്റും 14 ടേബിളുകളിൽ ബാലറ്റുകൾ എണ്ണാനും 5 ടേബിളുകളിൽ പോസ്റ്റൽ വോട്ട് എണ്ണാനുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റൽ വോട്ടിനകത്ത് പാലക്കാട് കൃഷ്ണകുമാർ പോസ്റ്റൽ വോട്ട് എണ്ണുന്ന ഈ ഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന ആദ്യ വിവരം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പാലക്കാട് കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു, ചേലക്കരയിൽ വോട്ടിന് മുന്നിൽ യുവർ പ്രദീപ് 40 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് ഈ സമയത്ത് പാലക്കാട് 10 വോട്ടിന് കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു. ചേലക്കരയിൽ യുവർ പ്രദീപ് 40 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് പോസ്റ്റൽ വോട്ടിലെ ആദ്യ ഫല സൂചനകൾ നമുക്ക് തരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. സച്ചിൻ, പാലക്കാട് ആദ്യ ഫല സൂചന NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണ് പോസ്റ്റൽ വോട്ടുകളിൽ വന്നിരിക്കുന്നത്. ചേലക്കരയിലേക്ക് പോയാൽ മനു 7-ൽ നിന്ന് 40-ലേക്ക് മാറി 40 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പാലക്കാട്ട് കൃഷ്ണകുമാർ 7 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആ 7 എന്നതിൽ നിൽക്കുകയാണ്. അടുത്തൊരു വിവരം വരേണ്ടതുണ്ട്. പ്രിയങ്ക 25 വോട്ടിന് മുന്നിൽ എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. വയനാട്ടിൽ 25 വോട്ടിന്. ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ മണ്ഡലത്തിലെയും ലീഡ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ അവരുടെ ചിത്രം സഹിതം, അതുപോലെ ലീഡ് ചെയ്യുന്നത് എത്ര വോട്ടിനാണ് എന്നതടക്കം സ്പഷ്ടമായി വ്യക്തമായി മനസ്സിലാകും വിധം സ്ക്രീനിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി 25 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്, ലീഡ് ചെയ്യുന്നു എന്നാണ്. കൃഷ്ണകുമാർ 10 വോട്ടിന് പാലക്കാട്ട് ഇപ്പോൾ മുന്നിലാണ്. BJP എന്നുള്ളതാണ്. 40 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നതാണ്. ലീഡ് ചെയ്യുന്നു LDF എന്നുള്ളതാണ്. അതിന് തൊട്ടുമുകളിൽ കാണുന്നതാണ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിവരങ്ങൾ. അവിടെയും നൽകുകയാണ്. മഹാരാഷ്ട്രയിൽ NDA 5ഇടത്തും ഇന്ത്യ മുന്നണി 3ഇടത്തും ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ചേലക്കരയിൽ തപാൽ വോട്ടിൽ LDF മുന്നിൽ എന്ന ആദ്യ വിവരം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. പാലക്കാട്ട് ഈ ഘട്ടത്തിൽ BJP ലീഡ് ചെയ്യുന്നു എന്ന വിവരം. പോസ്റ്റൽ വോട്ടുകൾ ഓർക്കുക, പോസ്റ്റൽ വോട്ടുകളാണ്. വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് ഇതുവരെ വോട്ടെണ്ണൽ ആ റൗണ്ടുകളിലേക്ക് കടന്നിട്ടില്ല എന്നതുകൂടി ഓർക്കുക. പക്ഷേ തപാൽ വോട്ടിൻ്റെ വിവരങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. 3 മണ്ഡലങ്ങളുടെയും ആദ്യ ഫല സൂചനകൾ അല്ലെങ്കിൽ ആദ്യത്തെ ലീഡ് നമ്മുടെ മുമ്പിലേക്ക് എത്തി. ചേലക്കര ആദ്യത്തെ ലീഡ് എന്നുള്ളത് കടന്ന് മുന്നോട്ടും പോയിട്ടുണ്ട്. ആ മുന്നോട്ട് പോയതിലാണ് 7-ൽ നിന്ന് 40 എന്ന നിലയിലേക്ക് UR പ്രദീപിന്റെ ലീഡ് മാറിയിട്ടുള്ളത്. അപ്പുറത്ത് കൃഷ്ണകുമാറിന്റെ ലീഡ് 25 വോട്ടിന് വയനാട്ടിൽ പ്രിയങ്ക ലീഡ് ചെയ്യുന്നു എന്ന വിവരം. അതാണ് 3 മണ്ഡലങ്ങളെ സംബന്ധിച്ച. 10 എന്നുള്ളത് പാലക്കാട്ട് 18 ആയിട്ടുണ്ട്. മനു 18 വോട്ടുകൾക്കാണ് ഇപ്പോൾ കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നത്. പക്ഷേ UR പ്രദീപ് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അവിടെ നിന്ന് പുതിയ വിവരങ്ങൾ വന്നിട്ടുണ്ട്. 120 പ്രിയങ്ക, 120 25 എന്നുള്ള 49 വോട്ടിന് UR പ്രദീപ് ലീഡ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം. 40-49ലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളത്, ലീഡ് വരുന്നതിനനുസരിച്ച് സ്ക്രീൻ ഒപ്പം പിടിച്ചോണം. കാരണം നമ്മൾ 40 പറയുമ്പോൾ അല്ലെ 49 പറയുമ്പോൾ അത് അപ്പം വന്നിരിക്കണം എന്നുള്ളതാണ്. 120 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നു വയനാട്ടിൽ. 49 വോട്ടുകൾക്ക് UR പ്രദീപ് ചേലക്കരയിൽ പോസ്റ്റൽ വോട്ടിൽ ലീഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ പാലക്കാട് കൃഷ്ണകുമാർ തന്നെയാണ് ഈ ഘട്ടത്തിലും മുന്നിൽ നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 18 വോട്ടുകൾക്കാണ് ഇപ്പോൾ പോസ്റ്റൽ വോട്ടിൽ കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി ഇപ്പോൾ അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 49 വോട്ടുകൾക്ക് ഇപ്പോൾ UR പ്രദീപ് ലീഡ് ചെയ്യുന്നു. 52ലേക്ക് കടന്നിരിക്കുകയാണ്. 52 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ചേലക്കരയിൽ UR പ്രദീപ് LDF സ്ഥാനാർത്ഥി. 18 വോട്ടുകൾക്ക് കൃഷ്ണകുമാർ പാലക്കാട് ലീഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ 52 ആയിരിക്കുന്നു. 52 മികച്ച മുന്നേറ്റം പോസ്റ്റൽ വോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.